നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സ്കില്ലുകൾ ജീവിത വിജയത്തിന് ആവശ്യമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നിങ്ങൾക്ക് മനോഹരമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം സുഹൃത്തുക്കളെ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും, നിങ്ങളുടെ സംഭാഷണ ശൈലി തെറ്റാണെങ്കിൽ, മോശമായ ഒരു സംഭാഷണ രീതിയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ വളരെ വേഗം തന്നെ ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കാനും കഴിയും. ഒരു സംഭാഷണ ശൈലി മികച്ചതാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മിതഭാഷിയാകുക എന്നുള്ളതാണ്. സംഭാഷണത്തിൽ മിതത്വം പാലിക്കുക. കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് കിട്ടുമെന്നുള്ള ചിന്തയിലാണ് അമിതമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ ഒരിക്കലും കൂടുതലായിട്ട് സംസാരിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾക്ക് വലുതായിട്ടുള്ള വില കൽപ്പിക്കില്ല. കറക്റ്റ് പോയിന്റ്, ആവശ്യത്തിന് മാത്രം, കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന വ്യക്തിയുടെ വാക്കിനാണ് മറ്റുള്ളവർ കൂടുതൽ വില കൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ അമിതമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം, അവരുടെ ദൗർബല്യങ്ങള്, വീക്ക്നെസ് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനും ചതിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് അത് മാറും. അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറ്റുക. സംഭാഷണത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യം ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സംഭാഷണം കൊണ്ട് നിങ്ങൾക്കോ കേൾക്കുന്ന ആൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ശ്രോതാവായി നിന്നാൽ മതി. ഒന്നുകിൽ നമുക്ക് പ്രയോജനം വേണം, അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് പ്രയോജനം വേണം. രണ്ടാമതായിട്ടുള്ള പോയിന്റ്, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലാണ് നാം പറയേണ്ടത്. നാം പറയുന്നത് വേറൊരു രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് എങ്കിൽ അവിടെയും മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നല്ലത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വാദിക്കാനും തർക്കിക്കാനും ജയിക്കാനും വേണ്ടി നമ്മുടെ ഊർജം കളയരുത് എന്നുള്ളതാണ്. കാരണം അത്തരം സന്ദർഭങ്ങളിൽ നാം പറഞ്ഞാലും ബാക്കിയുള്ളവർ അത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ നമ്മുടെ ഊർജവും സമയവും ഒക്കെ നഷ്ടപ്പെടുകയാണ്. ബധിരമായിട്ടുള്ള കർണങ്ങളാണ്. കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അത് ഒരിക്കലും നിറയില്ലല്ലോ. അത്തരം സന്ദർഭങ്ങളിലും നാം മൗനമായി ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ അപ്രിയ സത്യം പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നാം പറയാതിരിക്കുന്നതാണ് നമുക്കും മറ്റുള്ളവർക്കും നല്ലതെങ്കിൽ അവിടെയും നാം മൗനം സ്വീകരിക്കുന്നത് തന്നെയായിരിക്കും ഉത്തമം. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സംഭാഷണ കലയിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വികാരപരമായി ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ സന്തോഷിച്ചിരിക്കുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നാം പറയുന്ന പല കാര്യങ്ങളും ദോഷകരമായി നമുക്ക് വരാറുണ്ട്. അതാണ് ചെറിയ വാക്കുതർക്കത്തിലൊക്കെ തുടങ്ങുന്ന പല സംഭവങ്ങളും കൊലപാതകത്തിലും അക്രമത്തിലും ഒക്കെ പോയി അവസാനിക്കുന്നത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് നമ്മുടെ കൈ വിട്ടുപോകും. ചില ബന്ധങ്ങൾ അവിടെ അവസാനിച്ചു പോകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക. സന്തോഷിച്ചിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു അപകടമുണ്ട്. സന്തോഷിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പം, നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി നിന്ന് കാര്യം പറയുന്ന സന്ദർഭത്തിലൊക്കെയാണ് അത് സംഭവിക്കുന്നത്. ആ സന്തോഷത്തിന്റെ പുറത്ത് തമാശയ്ക്ക് വേണ്ടി നാം ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റിയോ ഒക്കെ പറയുന്ന വാക്കുകൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതാകാം. അവർക്ക് ഹർട്ടാവുന്ന കാര്യങ്ങളായി പോകാം നാം അറിയാതെ പറയുന്നത്. അതുകൊണ്ട് വികാരപരമായി നാം സംസാരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം അല്പം ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. ചിന്തിക്കുക. എപ്പോഴും ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മളുടെ തെറ്റായ ഒരു സംഭാഷണ ശൈലി കൊണ്ട് ഒരിക്കലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകരുത്. ഒരു ഉദാഹരണം കൂടി ഞാൻ സംഭാഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കാം. പല മോഷണ ശ്രമങ്ങളും കൊലപാതക ശ്രമങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അയൽവക്കത്തുള്ള ഒരാളായിരിക്കും മോഷണ ശ്രമം നടത്തുന്നത്. ഒരു വീട്ടമ്മയുടെ മാല ഒരു കവർച്ചക്കാരൻ വന്ന് കവർന്നെടുക്കുന്നു. ചിലപ്പോൾ അത് മുക്കുമട്ടമായിരിക്കാം, അല്ലെ വളരെ തൂക്കം കുറവുള്ളൊരു സ്വർണ്ണാഭരണമായിരിക്കാം. അത് നഷ്ടപ്പെടുന്ന സമയത്ത് ആ വീട്ടമ്മ ആ ചെറുപ്പക്കാരനെ തിരിച്ചറിയും. നീ ഇന്ന വീട്ടിലെ ഇന്ന ആളല്ലേ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ മാല കവരാൻ വന്ന ആ പ്രതി താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായിട്ട് നേരെ കൊലപാതകത്തിലേക്ക് പോകും. തൻ്റെ മനസ്സിനും വാക്കിനും നിയന്ത്രണം കൊണ്ടുവരാനുള്ള കഴിവുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്.
പിറ്റേന്ന് അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ ആണ് നാം കണ്ട വ്യക്തി ഇന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്ന് നാം പറയേണ്ടത് പിന്നീടാണ്. ആ സമയത്ത് നാം പറയുന്നത് നമുക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. അതായത് ഈ ഉദാഹരണം കൂടി ആയപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം. ആ വിജയത്തിന്റെ ആദ്യ പടിയാണ് നമ്മളുടെ സംഭാഷണം ഏത് സമയത്ത്, എപ്പോൾ, എങ്ങനെ, ആരോട്, എങ്ങനെയൊക്കെ സംഭാഷണം നടത്തണം, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനമെന്ത്, നമുക്ക് വരുന്ന ദോഷമെന്ത്, അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.